വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡാബ സ്റ്റൈലിലുള്ള എഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു എഗ് കറിക്ക്. ഇത് അപ്പം, ഇടിയപ്പം, റൈസ് എന്നിവയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു എഗ് കറിയുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനിടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. കാഷ്യൂ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ബദാം എടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 4 മുട്ടയിലാണ് തയ്യാറാക്കുന്നത്. മുട്ടയൊക്കെ നല്ലതായി പുഴുങ്ങി തൊലിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എഗ് കട്ടർ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ അഥവാ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ മുട്ടയൊക്കെ കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്താ പറയുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലൈസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാ മുട്ടയും ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം സ്ലൈസറാണ് കേട്ടോ കൂടുതൽ സുഖം. കാരണം നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്തതിനേക്കാളും സ്ലൈസറായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സവാളയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അരക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ ജാർ എടുത്തിട്ട് അതിൽ അരച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ചെറിയ ജാറിൽ തന്നെ 2 സെക്ഷനായിട്ടാണ് അരക്കുന്നത്. അപ്പോൾ എല്ലാം കുറേശ്ശെ തക്കാളിയും സവാളയും എന്താ പറയുക ബദാമും അതുപോലെ മല്ലിയിലയും പുതിനയിലയും എല്ലാം കുറേശ്ശെയാണ് കേട്ടോ എടുക്കുന്നത്. വലിയ ജാറിൽ ഈ ബദാമൊന്നും നന്നായിട്ട് അരയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ജാർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സെക്ഷനായിട്ട് തന്നെ ഇത് നമുക്ക് അരച്ച് എടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 കറിയാമ്പൂ, കുറച്ച് ഒരു ഏലക്ക, കുറച്ച് എന്താ പറയുക കുരുമുളക്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി വളരെ കുറച്ചാണ്, ഒരു പിഞ്ചോളമാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയും തക്കാളിയുടെ കൂടിയുള്ള പേസ്റ്റ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഇടുന്ന മുന്നേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ നല്ലതാണ്. ഞാനത് വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് ആ ഒരു പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ദേ ഇപ്പോൾ ഒരുവിധം എന്താ പറയുക, ഇതൊക്കെ ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ടും വീണ്ടും നന്നായിട്ടൊന്ന് മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതേ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി കൊണ്ട് അടച്ച് ഏകദേശം ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടി. അപ്പോൾ അതേ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ അതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന് കണ്ടോ, നന്നായിട്ട് നമ്മുടെ ആ ഒരു പച്ചമണമൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക സ്മെല്ല് തന്നെയായിരിക്കും നന്നായിട്ട് വഴന്ന് വരുമ്പം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. പൊടികൾ ഇട്ട സമയത്ത് ഫ്ലെയിം കുറച്ചായിരുന്നു ഞാൻ വെച്ചത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇപ്പോൾ ദേ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ കളറൊക്കെ തന്നെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറു ചൂടുവെള്ളമാണ്, ഒരിക്കലും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചെറു ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. കാരണം നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ഇത് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിലാണോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് കൂടി ഇടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മൂടി കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റോളം കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം എന്തെങ്കിലും കണ്ടോ നമ്മളുടെ എന്താ പറയുക, നല്ലതായിട്ട് തന്നെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ കറിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഒരു അരപ്പ് കുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചിരുന്നു. ഇനി നമുക്കിതിലേക്ക് തൈരാണ്, ഒരു 2 ടേബിൾ സ്പൂണോളം തൈരെടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തൈര് കൂടി എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരുപാട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ട് തന്നെയുണ്ട്. എണ്ണയൊക്കെ തെളിയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളുടെ ഗ്രേവി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കുക്കിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന എല്ലാ ഡിഷസിലും ഈ കുക്കിംഗ് ക്രീം ഇടുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമ്മൾ ആ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഓൾറെഡി നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എല്ലാ സ്ലൈസസും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. 1-2 സ്ലൈസസ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡാബ സ്റ്റൈലിലുള്ള അടിപൊളി എഗ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ദേ നമ്മൾ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ വരുമ്പോൾ തന്നെ ഇതൊന്ന് വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എഗ് കറി ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഒരു അഭിപ്രായം തന്നെ ആയിരിക്കും പറയുന്നത്. ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം, ഇടിയപ്പം, നാൻ, പൊറോട്ട, റൈസ് എല്ലാത്തിൻ്റെയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.